സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദന് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവിക. ഈ സമയം നന്ദൻ പറയുകയാണ്, ഇത്രയും ദിവസം എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല ദേവി, പക്ഷെ ഇപ്പൊ എന്തോ ഭക്ഷണത്തിന് ഭയങ്കര രുചി തോന്നുന്നു. ദേവി, ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിന്നോട് ഒരുപാട് പാപങ്ങൾ ചെയ്തു. നിനക്ക് ഒരു കാലത്ത് ഞാൻ സമാധാനം തന്നിട്ടില്ല. എന്നോട് ക്ഷമിക്കണം. നന്ദു, നീ ഈ ഭക്ഷണം കഴിച്ച് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്. പനിയൊക്കെ എന്തായാലും മാറും. ദേ നോക്ക്, ഒരുപാട് സംസാരിക്കണ്ട എന്നൊക്കെ പറയുമ്പോ ഇവിടെ റെസ്റ്റ് തന്നെയല്ലേ ദേവി, പിന്നെ ആകെ ഒരു സന്തോഷം ഇപ്പോ ദേവി എന്റെ അരികിലുണ്ട്, പനി മാറണ്ട എന്നാണ് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോ, അങ്ങനെയൊന്നും പറയരുത്. ദേ ഈ ഭക്ഷണം കഴിച്ച്. അങ്ങനെ ദേവിയാണെങ്കിൽ നന്ദന്റെ നെറുകയിൽ തൊട്ട് നോക്കുകയാണ്. ദേ നോക്ക്, ഇപ്പൊ പനി നല്ല കുറവുണ്ട്. ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും നല്ല ഭേദമാവും. ദേവി, എന്നാലും ഞാൻ നിന്നെയല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിനെയും സങ്കല്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, നന്ദു, പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ വന്നിരിക്കുന്നത്. ദേവി, ഞാൻ ഇസബല്ലയെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. നീ എന്നെ വിശ്വസിക്കണമെന്ന് പറയണം. നന്ദു, മതി, നിർത്ത്. കുടുംബകാര്യങ്ങളൊക്കെ പിന്നീട്. എന്നാലും എനിക്കൊരു ആപത്ത് വന്നപ്പോ നീ എന്നോടൊപ്പം നിന്നില്ലേ? എന്റെ കൂടെ എന്നെ രക്ഷിക്കാനായിട്ട് ചേർത്ത് പിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, നന്ദു, ഇത് കഴിക്കാനല്ലേ പറഞ്ഞ് വെറുതെ സംസാരിക്കണ്ട. മതി ദേവി, എനിക്ക് വിശപ്പ് മാറി. ദേ ഈ ഒരു സ്പൂണും കൂടി കഴിക്ക് എന്ന് പറഞ്ഞ് നന്ദന് നിർബന്ധിച്ച് വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ദേവിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം നന്ദൻ മനസ്സിലാക്കുകയാണ് ദേവി ഒരു കാരണവശാലും പിടിതരുന്നില്ല എന്ന്. അങ്ങനെ ഈ സമയം പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിയെയും ഗൗരിയെയും കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിന് തീരെ വയ്യ, എനിക്കാണെങ്കിൽ അവനെ കാണാതെ യാതൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോ, ആന്റി ഇപ്പൊ നന്ദനെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് അവന്റെ കൂടുതൽ സുരക്ഷയ്ക്ക് വഴിയൊരുക്കും എന്നൊക്കെ പറയുമ്പോ, എന്നാലും അങ്ങനെയൊന്നും പറഞ്ഞ് ശരിയാവില്ല. എനിക്ക് നന്ദനെ കണ്ടാലേ ഒരു സമാധാനമാവൂ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം മുരളിയേട്ടനും ഗിരീഷേട്ടനും ദേവികയും അവിടെ ഉണ്ടല്ലോ, വീഡിയോ കോൾ വിളിച്ച് കാണാം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നേരിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അവിടെ ഭാർഗവിക്കും ഗൗരിക്കും ഒന്നും പറയാനില്ല. അങ്ങനെ ഏലിയമ്മ ചേട്ടത്തി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിക. പിന്നീട് എസ്തപ്പാൻ പറയുന്നുണ്ട്, മോളെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കൊള്ളാം, ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടെന്നൊക്കെ പറയുമ്പോ, അല്ലെങ്കിലും എസ്തപ്പാന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഇഷ്ടമല്ല. അതൊക്കെ വെറുതെ ഏലിയമ്മ ചേട്ടത്തി, എസ്തപ്പാൻ ചേട്ടന് നല്ല ഇഷ്ടമാണ്. അല്ലെങ്കിൽ എങ്ങനെയാ കുടിച്ച് പുകവലിച്ചൊക്കെ നടന്ന് നാവിന്റെ രുചി പോയി കാണുമെന്നൊക്കെ പറയുമ്പോ, എസ്തപ്പാൻ ചേട്ടൻ ഇപ്പോഴും കുടിക്കുന്നുണ്ടോ? അയ്യോ മോളെ, മോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതിന് ശേഷം ഞാൻ കുടിക്കുന്നില്ലെന്നേ. ഇവളിത് വെറുതെ പറയുന്നതാ. ഞാനേ എല്ലാം നിർത്തി. ഇനി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക തന്നെയാണ് എന്റെയും തീരുമാനം. എങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇനി കുറെ ദിവസം നന്ദു ഇവിടെ തന്നെ കാണും. പിന്നെ എനിക്ക് ഇറങ്ങാൻ സമയമായി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ദേവിയാണെങ്കിൽ വേഗം ഫുഡ് കഴിക്കുകയാണ്. ഗിരീഷ് ഫുഡ് കഴിക്കില്ലേ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ, ഗിരീഷിന്റെ പ്രത്യേക ടൈപ്പാണ്, അതുകൊണ്ട് ഫുഡ് കഴിക്കില്ല, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ദേവിയാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയം ഗിരീഷ് ആവട്ടെ നന്ദനോട് സംസാരിക്കുകയാണ്. എന്താ, ഇവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? എന്ത് കുഴപ്പം? സുഖഭക്ഷണം, സുഖതാമസം, സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ആ എന്തായാലും ദേവിക നിന്നെ ഏൽപ്പിച്ച സ്ഥലം വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം തന്നെയാണെന്നൊക്കെ പറയുകയാണ്. എന്നാലും ദേവി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഗിരിയേട്ടാ. ഞാൻ ഒരിക്കലും അവളെ ചതിച്ചിട്ടില്ല. അവൾക്ക് പകരം ഒരു പെണ്ണും എന്റെ മനസ്സിലില്ല എന്നൊക്കെ പറയുമ്പോ ദേവി അവിടേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ കേൾക്കുകയാണ്. ഇന്ന് സത്യത്തിൽ ദേവി എന്റെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് അവളുമായിട്ടുള്ള സമയം ചെലവിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കുറച്ചുകൂടി നേരം ഇരിക്കണമെന്ന് തോന്നി. ഈ ദിവസം കഴിയണ്ട എന്ന് തോന്നുകയാണെന്നൊക്കെ പറയുമ്പോ, എല്ലാം ശരിയാവൂടാ, നീ സമാധാനത്തോടെ ഇരിക്കുക. പിന്നെ എല്ലാം കലങ്ങി തെളിയുമ്പോ ദേവിയും നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഗിരിയാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ പല കാര്യങ്ങൾക്കും ഞാനും സാക്ഷ്യം വഹിച്ചതല്ലേ, അതൊക്കെ തന്നെ കൺമുന്നിൽ നിന്നും മായാനും മനസ്സിൽ നിന്നും മറന്നു പോകാനും സമയമെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഗിരീഷ് ആശ്വസിപ്പിക്കുമ്പോൾ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരിയേട്ടാ, നമുക്കെന്നാ പോവാം. ദേവി, പോവുകയാണോ? നന്ദു, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എസ്തപ്പാൻ ചേട്ടന്റെ ഫോണിൽ നിന്നും വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, നന്ദനാണെങ്കിൽ ഗിരിയെ നോക്കുന്നുണ്ട്. ഗിരിക്ക് കാര്യം മനസ്സിലാവുകയാണ്. നന്ദന് ദേവിയോട് സംസാരിക്കണമെന്ന് കരുതി ഗിരിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ദേവി, നിനക്ക് ഇന്ന് പോണം? എനിക്ക് പോണം. പിന്നെ ദേവി, എന്നോട് ദേഷ്യമൊന്നും വേണ്ട. നന്ദു, ഞാൻ പറഞ്ഞല്ലോ, നിന്നോടൊപ്പം ഞാൻ നിൽക്കുന്നു എന്നത് എന്റെ ഒരു കടമയായി കണ്ടാൽ മതി. അതിലുപരി ഒന്നും ഗണിച്ചു കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ അവിടെ നിന്നും ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ഈ സമയം എസ്തപ്പാന് കുറച്ച് ക്യാഷൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗിരി. എന്താ മാഷേ ഇത്? എനിക്ക് ക്യാഷൊന്നും വേണ്ട. എന്തിനത്? നല്ല ചെലവുണ്ടാവുമല്ലോ. പിന്നെ കടപ്പാട് കൊണ്ട് മാത്രമാണ് ഞാൻ നന്ദൻ സാറെ നോക്കുന്നത്. എനിക്ക് ഇതിന്റെ പേരിൽ ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എസ്തപ്പാനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗിരിയേട്ടാ, എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേവിക അങ്ങോട്ട് വരുന്നു. സാറ് നല്ല മനസ്സുകൊണ്ട് ചെയ്തത് മോളെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ എസ്തപ്പൻ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയമൊക്കെ തന്നെ ആ ഭിക്ഷക്കാരനായിട്ടുള്ള ആള്
മതിലിനപ്പുറം നിന്ന് ഇവരിപ്പോ സംസാരിക്കുന്നതും ചെയ്യുന്നതൊക്കെ തന്നെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. അയാൾ ആരുടെയോ ആളാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഗിരീഷും ദേവികയും അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ആ ഭിക്ഷക്കാരനെ അവര് പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്, പലതും മനസ്സിൽ കണ്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ആവട്ടെ ഋഷിയെ ദുബായിലേക്ക് വിടുന്നതിന്റെ സങ്കടത്തിലാണ്. ഋഷിയാണെങ്കിൽ റെഡി ആയിട്ട് താഴേക്ക് വരുന്നുണ്ട്. മോനെ, അവിടെ ചെന്ന് സൂക്ഷിച്ചിരിക്കണേടാ, ഇനി ഒരു ബുദ്ധിമുട്ടുകളും മോൻ ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ എനിക്ക് ശരിക്കും അമ്മയെ ഇവിടെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല, അമ്മ തനിച്ചായി പോകുമോ, അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇത്രയും കാലം നീ എന്റെ ചിറകുകൾക്കടിയിലായിരുന്നു, ആദ്യമായിട്ടാണ് നീ മാറി നിൽക്കുന്നത്, അതിന്റെ സങ്കടം അമ്മയ്ക്കുണ്ടടാ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നീ പോയേ മതിയാകൂ, എല്ലാം കൊണ്ടും അവസാനിപ്പിക്കാടാ, നമുക്ക് നല്ലൊരു ജീവിതം വേണ്ടേ, മോനൊരു വിവാഹ ജീവിതം വേണം. അങ്ങനെ ഇത് കേട്ട് ഋഷി പറയുകയാണ്, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. അങ്ങനെ ഋഷി മറ്റൊരു വിവാഹത്തിനൊക്കെ സമ്മതിക്കുന്നതിൽ അരുന്ധതിക്കാണെങ്കിൽ അത്ഭുതം തോന്നുകയാണ്. മതി മോനെ, എനിക്കിത് കേട്ടാൽ മതി, അമ്മ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഇതിപ്പോ മോനേക്കാൾ കൂടുതൽ സങ്കടം അമ്മയ്ക്കാണെന്ന് തോന്നല്ലോ, മാഡം നിർബന്ധിച്ചിട്ടല്ലേ ഇവിടെ നിന്നും ഋഷി പോകുന്നത്. മോനെ മതി, വന്നേ, ഞാൻ ലഗേജൊക്കെ കൊണ്ട് എടുത്തു വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് CP ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. ഈ സമയം അരുന്ധതി ആണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട്, ചന്ദ്രവത്ത് വീട്ടിലേക്ക് അമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, നന്ദനുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം സമാധാനപരമായിട്ട്, ഇനി അവരുടെ ജീവിതം ജീവിക്കട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാം, ഇനി ഇവിടുത്തെ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട മോനെ, എല്ലാം CP അങ്കിളിനെ ഏൽപ്പിച്ച് അമ്മ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി, എങ്കിൽ പിന്നെ എന്റെ മോൻ പോയിട്ട് വാ, അമ്മേ ഭക്ഷണമൊക്കെ കഴിക്കണേ, മരുന്നൊക്കെ കഴിക്കണേ, ഇനി അമ്മ സന്തോഷത്തോടെ കഴിക്കൂടെ മോനെ, നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, അവിടെ ചെന്ന് മോനത് സെറ്റിൽഡ് ആകുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരാം, പിന്നെ മറ്റൊരു കോണ്ടാക്ട് മോൻ ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഋഷിയാണെങ്കിൽ അതിലൊക്കെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ സന്തോഷത്തോടു കൂടി തന്നെ അരുന്ധതി CPക്കൊപ്പം പറഞ്ഞു വിടുകയാണ്. എന്തായാലും മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതായത് ആ ഭിക്ഷക്കാരൻ ഇനിയിപ്പോൾ ഇസബല്ലയുടേതോ അല്ലെങ്കിൽ മറ്റാരുടെയോ ശത്രുക്കളുടെ ആളാണെന്ന് അറിയില്ല. എന്തായാലും എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും ആ ഞെട്ടിക്കുന്ന കോൾ ദേവികയ്ക്ക് വരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞ് ദേവികയും മുരളിയും ചേർന്ന് എസ്തപ്പാന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, എസ്തപ്പാനെ തല്ലി തലയെ കടിച്ചു പൊട്ടിച്ച് നന്ദനെ അവിടെ നിന്നും കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ്. ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ആക്രമിച്ച് എന്നാണ് എസ്തപ്പാൻ പറയുന്നത്. എന്തായാലും ദേവികയ്ക്കാണെങ്കിൽ ആ ഒരു വാർത്തയും ആ ഒരു കാഴ്ചകളൊന്നും തന്നെ താങ്ങാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ ഷോക്കാവുന്നു. നന്ദൻ ഇനി ആരുടെ കീഴിലാണെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. ഒളിഞ്ഞിരിക്കുന്ന മറ്റു ശത്രുക്കൾ ആരാണെന്നും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയ എപ്പിസോഡ്സിനായിട്ട് കാത്തിരിക്കാം. ബൈ ബൈ.